ഇതാണ് നമ്മുടെ ബേബിന്റെ ലാസ്റ്റ് ലുക്ക് കേട്ടാ. ഇപ്പൊ നമുക്ക് രണ്ടും ബ്ലാക്ക് അടിക്കാം. എന്നിട്ട് ഞാൻ പറയുന്നു രണ്ട് വൈറ്റ് അടിക്കാനാ, തക്കടവനെ. അങ്ങനെ വണ്ടി പോയി ഇറക്കി കേട്ടാ. രാത്രി പതിയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ. ടാറ് വർക്കായിരിക്കും കേട്ടാ. വണ്ടി ടോട്ടലി മാറി. ഇതിന് നമുക്ക് ഇടാട്ടാ. അപ്പൊ വണ്ടീന്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് എക്സ്ട്രീ കിറ്റൊക്കെ കയറ്റിയിട്ടുള്ള ഒരു ഫൈനൽ ഔട്ട് ഒരു വ്ളോഗിൽ കാണിച്ചു തരാമേ. ഇവിടെ ഡിമാൻഡ് കാണണമായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഇതിനേക്കാൾ പകുതി ക്യാഷിന് 10 ഇരട്ടി ലുക്കിൽ വണ്ടി ഞാൻ കൊണ്ടുവരും. അത് ഞാൻ ചെയ്ത്. ഗൈസ് അപ്പോൾ മച്ചാമാരെ വെൽക്കം ബാക്ക്. കാരണം ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡ്യൂക്കി ലവേഴ്സിന് വേണ്ടി ആട്ടാ. കുറേ പേര് പറഞ്ഞ കാര്യമാണ് ഡ്യൂക്കി വർക്കുന്നത്. നിങ്ങൾ എല്ലാവരും ചോദിച്ച കിഡിൽ അപ്ഡേറ്റ് ആട്ടാ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡ്യൂക്കിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞ കാര്യമാണ് ഡ്യൂക്കി വർക്കില്ലേ. ഇന്നോട് ഡ്യൂക്ക് വർക്ക് ചെയ്യാൻ പോവാണ്. സോ ഡ്യൂക്കി ഇതവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഷോപ്പൊക്കെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ഡ്യൂക്കിൻ്റെ അലോയിൻ്റെ പെയിൻറ് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ മാറ്റാൻ പോകാട്ടാ. ഫ്രണ്ട് ബ്ലാക്ക്, രണ്ടും ബ്ലാക്ക് അലോയ് ആക്കാൻ പോവാണ്. പക്ഷേ ചില സമയം ഞാൻ ഫ്രണ്ട് വൈറ്റും ബാക്ക് ബ്ലാക്കും ആക്കും. പക്ഷേ എന്തായാലും രണ്ടും ബ്ലാക്ക് ആക്കാൻ തന്നെ എൻ്റെ ഉദ്ദേശം. എല്ലാവരും പറഞ്ഞ കാര്യമാണ്. വണ്ടി എടുത്തപ്പോൾ മുതൽ ഇന്നലെ വലിയ പ്രോ ഡിസ്ക് ഉണ്ടായിരുന്നു. അത് ഒരു ചങ്ങായിനെ വണ്ടി കയറ്റി. അവൻ്റെ വണ്ടി അവിടെ ഉണ്ട്. ഇനി നമ്മുടെ പ്രോ ഡിസ്ക് എടുത്തിട്ട് പോയി അവൻ്റെ വണ്ടി കിട്ടും. കോഴി ഹംസ കോഴി അനിയൻ. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഡ്യൂക്കി അവിടെ ഇരിപ്പുണ്ട്. നാളെ അതിന് പെയിന്റ് മാറ്റി 2 അലോയ് ബ്ലാക്ക് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഞാൻ കണ്ടേ വെച്ചിട്ട് ഏറ്റവും വിലക്കുറവിൽ അവർ പെയിന്റ് അടിച്ച് തരുന്നത്. അത് ദൂരെ വന്ന് നമ്മുടെ പെഡോക്ക് സ്റ്റാൻഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. അതിന് മുമ്പേ പെയിൻ്റൊക്കെ അടിച്ച് വെക്കാമെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ആറിന് വർക്കടിച്ച സ്ഥലത്ത് പോലും 3000 രൂപേൻ്റെ മുകളിലാണ് പെയിൻ്റ് അടിക്കാൻ പറയുന്നത്. ഡ്യൂക്കിൻ്റെ 2 കുഞ്ഞി അലോയ് പെയിൻ്റ് അടിക്കാൻ. ഇവരുണ്ടല്ലോ ഇവിടുന്ന് എന്നോട് പറഞ്ഞ റേറ്റ് എത്ര എന്നറിയാവാ? ആ പറഞ്ഞ എൻ്റെ പകുതി പൈസക്ക് 2 അലോയ് നല്ല കുട്ടപ്പനാക്കി ഒരച്ച് പെയിൻ്റ് അടിച്ച് തരാൻ. ഇതിൻ്റെ ഔട്ട്പുട്ടൊക്കെ എന്താണെന്ന് നാളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേബിൻ്റെ ലാസ്റ്റ് ലുക്ക് കേട്ടാ. കൊടുക്കും എടാ. ഇപ്പം നമുക്ക് 2 ബ്ലാക്ക് അടിക്കാം. 2 ബ്ലാക്ക് ചേരുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു 2 വൈറ്റ് അടിക്കാനാ, തക്കടവനെ. എന്നായത്. സോ ഇപ്പം 2 ബ്ലാക്ക് അടിക്കാം. അപ്പോൾ ഇവിടെ നല്ല റേറ്റ് കുറവിനാണ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ 2 ബ്ലാക്ക് അടിക്കാം. അപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ആവും. പിന്നെ വേണമെങ്കിൽ ഞാൻ എൻ്റെ പഴയ കിറ്റൊക്കെ വൈറ്റ് കിറ്റൊക്കെ കയറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ട് വേണമെങ്കിൽ ഒന്ന് വൈറ്റാക്കി നോക്കാം. കാരണം ചെറിയ ഫണ്ടിൻ്റെ കാര്യമേ ഉള്ളൂ. സോ ഫസ്റ്റ് നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് ആക്കാടാ. സോ അപ്പോൾ മക്കളെ ഇനി എന്തായാലും നമുക്ക് നാളെ കാണാം കേട്ടോ. ഈ സമയമാകുമ്പോൾ നമ്മളിതാ ഇതേ പ്ലേസിലുണ്ടാവും. പക്ഷേ നമ്മുടെ ഡ്യൂക്കിൻ്റെ പുതിയ ലുക്കായിരിക്കും നാളെ ഉണ്ടാവുക. അപ്പോൾ നാളെ കാണാം. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചേക്ക്, ലൈക്കും. അങ്ങനെ ചായ കുടിക്കാൻ നമ്മൾ വീണ്ടും നല്ലൊരു കിട്ടില്ല സ്പോട്ടിൽ വന്നു കേട്ടോ. ഇഷ്ടമായി, നല്ല ക്ലൈമറ്റ്. ഗൈസ് അങ്ങനെ വണ്ടി പോയി ഇറക്കി കേട്ടോ. രാത്രി അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ. സോ നാളെ ഫുൾ ഔട്ട്പുട്ട് കാണിച്ചു തരാം. ഇപ്പോഴാണ് ആ വീഡിയോയിലാണെങ്കിൽ വണ്ടീൻ്റെ ഒരു ബ്യൂട്ടി തിരിയുന്നത്. ഇനി നമുക്ക് ഹാഫ് ഡിസ്ക് ഇടണം. പിന്നെ വെഹിക്കിൾ സ്റ്റിക്കർ ചെയ്യണം. നമ്മുടെ അലോയിൽ ചെറിയ ലൈൻ ഇടണം. അതൊക്കെ നമ്മൾ നാളെ കാണിച്ചു തരാം. ഇപ്പം രാത്രി ആയിട്ടാണല്ലേ. ഭയങ്കര ഇരുടായിപ്പോയി. അതാണ് അവിടെ നിന്ന് വീഡിയോ എടുക്കാത്ത കേട്ടാ. പക്ഷേ എൻ്റെ അംസുദ്ദീനെ എല്ലാവരും എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ ചെയ്യാണ്ടിരുന്നേ. ഗായ്സ് അങ്ങനെ ഇന്ന് എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഉച്ചയായി. നമ്മുടെ ഡ്യൂക്കിൻ്റെ കാര്യം ഇങ്ങനെയാണ്. ഏകദേശം ഉണങ്ങി സെറ്റായി. ഇത് നമ്മുടെ കാറിൽ നമുക്ക് നമ്മുടെ ഡ്യൂക്കിൽ ഇടാൻ വെച്ച ഹാഫ് ഡിസ്ക് ഇരിപ്പുണ്ട്. ഇനി ഡിസ്ക് ഇടണം. ഇന്നിപ്പോൾ പോയിട്ട് പെയിൻറ്റിങ് ഷോപ്പിൽ പോകണം. കുറച്ച് പരിപാടി ഉണ്ട്. ഫണ്ട് കൊടുക്കണം. പിന്നെ കുറച്ച് സ്റ്റിക്കർ വർക്ക് ഉണ്ട്. ഒക്കെ കാറിൽ വെച്ച് നമ്മുടെ ഹാഫ് ഡിസ്ക് കാറിൽ ഉണ്ടോ നോക്കാം. ഇനി ഇത് എടുത്ത് സെറ്റാക്കി കവറേജ് ആക്കണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് കാർ എടുത്തിട്ട് പോകാം. ഈ കൂളിങ്ങും പറിച്ചാടാം. ഇത് പൊളിച്ചാടാമത്തെ അങ്ങനെ ഈ കൂളിങ് നമുക്ക് പൊളിച്ചെടുക്കാം. നമ്മുടെ അലോയിൻ്റെ ഇവിടെ നമുക്കിങ്ങനെ നൈസായിട്ട് ലൈൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ പരിപാടി ഇതാ നമ്മുടെ അണ്ണ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റിക്കർ വർക്ക് ഓൺ പ്രോഗ്രസിങ് കേട്ടോ. പുള്ളിക്കാരനകത്ത് പണിത് മപ്പാക്കുന്നുണ്ട്. ഇത് നമ്മുടെ പേരാവൂര് ഇങ്ങോട്ട് പോകുമ്പോഴുള്ള ഷോപ്പാട്ടോ. അതാ ഷോപ്പ് സ്പേസ്. എന്തെണ്ണം വന്നാലും അണ്ണൻ്റെ ഐഡിയയിൽ എണ്ണം കിടിലാക്കി ചെയ്തു തരും. അതുകൊണ്ട് പിന്നെ ഒരു ടെൻഷനും ഇല്ല. നമുക്ക് പരിപാടി തുടങ്ങി തീർത്തിട്ട് കാണിച്ചു. സ്റ്റിക്കർ വർക്ക് സെറ്റാണ്. പവറാവൂലേ ഹംസേ? അങ്ങനെ നമുക്ക് ഇങ്ങനെ തിരിച്ചിരി ഒപ്പിച്ച് കുറച്ച് പരിപാടി. ടാറ് വർക്കായിരിക്കും കേട്ടോ. വണ്ടി ടോട്ടലി മാറി. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം വീൽ വർക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മുടെ ഇവിടെയുള്ള KTM ഉണ്ടല്ലോ അത് ബ്ലാക്ക് ആക്കി.
പിന്നെ സൈഡിലെ ഹെഡ്ലൈറ്റിൻ്റെ KTM വൈറ്റ് ആക്കി. ഇനി അതിൻ്റെ മണ്ടയിൽ ബ്ലാക്ക് KTM അടിക്കണം, അവിടെ ബ്ലാക്കിൽ വൈറ്റ് KTM അടിക്കണം. അന്നേ പറഞ്ഞതാണ് ഒരു അഡാറ് കംബാക്ക് ആയിരിക്കും. വിശ്വസിച്ചില്ല അല്ലേ? ലുക്ക് അറ്റ് വാച്ച് ദ എൻഡ് ബ്രോ. എന്നാ മക്കളെ എന്ത് ഫോട്ടോ വേണ്ടേ? സ്റ്റോറി ഇടുന്നോ? എന്നാ പറ, എന്ത് വീഡിയോ കണ്ടിട്ടോ? കാർ ബേബി. അപ്പൊ എന്റെ പുതിയ ഡ്യൂക്ക് ബേബിനെ കണ്ടിട്ടില്ലേ? പിന്നെ പുതിയ ഡ്യൂക്ക് ബേബി എന്തെന്നാ എല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇവിടെ പുതിയതല്ല, നമ്മുടെ പഴയ വണ്ടീന്റെ ലുക്കൊക്കെ മാറ്റി കേട്ടാ. ചെക്കനതും വിശ്വസിച്ചു പോയി. അത്ര ചേഞ്ച് ഉണ്ടോ വണ്ടിക്ക്? ഓ പിള്ളേര് പറയും ഇവിടെ എന്നാ പഠിക്കുന്നത്? ഇരുത്തിയില്ല. ഇത് പെടുന്ന വന്നേ ഇങ്ങനെ വണ്ടിക്ക് ചെറിയ സ്റ്റിക്കർ വർക്കും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടാ. അത് കഴിഞ്ഞ് വരുന്ന വഴി കാറിന്റെ കാര്യം അന്വേഷിക്കാൻ നോക്കുമ്പോൾ പിള്ളേർ ഓടി വന്ന് പറല്ലേ. അങ്ങനെ നമ്മൾ ഹാഫ് ഡിസ്ക് വിട്ട് ഹാഫിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും എഴുതണം. പിന്നെ എക്സോസ്റ്റ് ഊരി കൊടുത്ത് എക്സോസ്റ്റ് ജസ്റ്റ് പെയിന്റ് അടിക്കുക. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെയർ ഒക്കെ കട്ട് ചെയ്യാൻ പോയി കേട്ടാ. പോയി വന്നപ്പോഴത്തേക്ക് എന്താക്കിയെന്ന് വെച്ചാൽ നമ്മൾ എക്സോസ്റ്റ് കളർ അടിക്കാൻ കൊടുത്തില്ലേ. എടാ എന്ത് വൃത്തിക്കാടാ അടിക്കുന്നത്, അതും ചെറിയ റേറ്റിന്. ഇത് നമുക്ക് എക്സോസ്റ്റ് നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ട് ഇതിന് നമുക്ക് ഇടാം കേട്ടാ. ഇവിടെ വണ്ടീൻ്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത വർക്ക് കേട്ടാ. ഉറപ്പായിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. രാത്രി കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി, കാരണം ലേറ്റായി. ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് എക്സ്റേ കിറ്റൊക്കെ കയറ്റിയിട്ടുള്ള ഒരു ഫൈനൽ ഔട്ട് ഒരു വ്ളോഗിൽ കാണിച്ചു തരാമേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് നൈസായിട്ട് തന്നെ കിറ്റ് മാറ്റുന്ന ഒരു വീഡിയോ ഉടനെ വരും. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ചില്ലേ? എക്സോസ്റ്റ് ഇടാൻ അല്ലെങ്കിൽ ഇല്ല മറ്റേ വലുതിട്ട് നീ എവിടെ നിന്ന് ഇട്ടാൽ മതി. ഇതിന്റെ ഡ്യൂക്കിന്റെ മോഡിഫിക്കേഷൻ കണ്ടിന്യൂ ഉടനെ ചെയ്യും. ആരും വിചാരിക്കാത്തൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയി തോന്നിയത്. എല്ലാവരും വിചാരിച്ച് കാറ് വന്നപ്പോൾ ഫ്രീക്ക് ഡ്യൂക്കിനെ മറന്നത് അവർക്ക് വേണ്ടിയും. പിന്നെ എൻ്റെ ഒരു റിവെഞ്ച്, പേഴ്സണൽ റിവെഞ്ച് തന്നെയത്. പണി ഇനിയും ഫുള്ള് കഴിഞ്ഞിട്ടില്ല, ഇനിയും വർക്ക് പെൻഡിങ് ഉണ്ട്. പക്ഷേ അതെന്താണെന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. എക്സോസ്റ്റ് സെറ്റായി. ഇനി നമുക്ക് ഡിസ്കിലൊക്കെ വർക്ക് ചെയ്യണം. അതെല്ലാം നമ്മൾ അടുത്ത വ്ളോഗിൽ ഉറപ്പായിട്ടും കാണിച്ചു തരാം. നല്ല ഹോട്ടി ബേബി ആയിട്ടുണ്ട് വണ്ടി കേട്ടോ. സോ അപ്പോൾ ഗൈസ്, എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ പറയണ, കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഇതതിന്റെ മുമ്പിൽ തന്നെയുള്ള ടയർ കടയാണ് കേട്ടോ. ഭയങ്കര ഹാപ്പി. മുടി മുറിച്ച് സെറ്റാക്കി, വണ്ടി ലുക്കാക്കി. ഇത് പേഴ്സണൽ കംബാക്ക് ആട്ടാ. സോ അപ്പോൾ ഗൈസ്, വീണ്ടും കാണാം.